പള്ളിത്തർക്കത്തിൽ സമവായത്തിന് തയ്യാറാണെന്ന യാക്കോബായ സഭ. ചർച്ചകളുമായി സഹകരിക്കുമെന്ന് ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. ചർച്ചകൾക്ക് സർക്കാർ മുൻകൈയെടുക്കണം, സഭയിൽ സമാധാനമുണ്ടാകണമെന്ന കാര്യത്തിൽ തർക്കമില്ല. സമവായത്തിനുള്ള ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ നിലപാട് സ്വാഗതം ചെയ്യുകയാണെന്നും ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. ലിബി സജീന്ദ്രൻ വിവരങ്ങളുമായുണ്ട്. ലിബി, ഇപ്പോൾ പള്ളിത്തർക്കത്തിൽ സമവായ നീക്കത്തിന് യാക്കോബായ സഭ മുന്നോട്ട് വരികയാണോ? സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കൂടിയല്ലേ ഈ നീക്കം? സ്മൃതി, സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ഓർത്തഡോക്സിന്റെ പ്രതികരണം വന്നു. എന്നാൽ യാക്കോബായ സഭയുടേതായ ഒരു പ്രതികരണം ആദ്യമായാണ് ഇപ്പോൾ വരുന്നത്. യാക്കോബായ സഭയുടെ എപ്പിസ്കോപ്പൽ സുനഹദോസ് പ്രസിഡന്റും മലങ്കര മെത്രാപ്പൊലീത്തയുമായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. സഭ അനുരഞ്ജനത്തിന് തയ്യാറാണ്, സമവായ നീക്കങ്ങൾക്ക് തയ്യാറാണ്. ആ സമവായ നീക്കങ്ങളുമായി ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വരികയാണ് എന്നുള്ള പ്രതികരണങ്ങൾ ഓർത്തഡോക്സ് സഭയിലെ പല മെത്രാന്മാരും കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. അതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. സർക്കാരാണ് സമവായത്തിന് മുൻകൈ എടുക്കേണ്ടത്. ഓർത്തഡോക്സ് സമവായ ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും യാക്കോബായ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. സമവായ നീക്കങ്ങൾക്ക് എല്ലാ അനുകൂല സാഹചര്യവും സഭ ഒരുക്കുമെന്നുള്ള വളരെ നിർണായകമായ പ്രസ്താവനയാണ് ഇപ്പോൾ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. സ്മൃതി, ഓർക്കേണ്ട കാര്യമുണ്ട്, കാലാകാലങ്ങളായി സഭാതർക്കം നിലനിൽക്കുന്നതാണ്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പള്ളിത്തർക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കോടതി വിധികൾ പലതുമുണ്ട്. ഇതൊക്കെ ഈ തർക്കങ്ങൾ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിനിടയിലാണ് ഇന്ന് യാക്കോബായ സഭയിലെ പാത്രിയർക്കീസ് ബാവയും പുത്തൻകുരിശിലെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ രാവിലെ 8 മണിയോടെ അദ്ദേഹം എത്തി. അതിനുശേഷം അദ്ദേഹവും ഇപ്പോൾ പുത്തൻകുരിശിലെ സഭ ആസ്ഥാനത്തുണ്ട്. പാത്രിയർക്കീസ് ബാവ വരുന്നൊരു സാഹചര്യവും യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് യാക്കോബായ സഭ നിൽക്കുന്നത്. കോടതി ഉത്തരവിനെ തുടർന്ന് ഈ പള്ളികളുടെ അധികാര കൈമാറ്റം സംബന്ധിച്ചുള്ള തർക്ക വിതർക്കങ്ങൾ തുടരുകയാണ്. അതിനിടയിൽ ഓർത്തഡോക്സ് സഭ അനുരഞ്ജനത്തിനുള്ള സമവായത്തിനുള്ള സാധ്യതകൾ തേടി മുന്നോട്ട് വന്നിട്ടും യാക്കോബായ സഭയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിനാണ് നാം കാത്തിരുന്നത്. ആ ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത വളരെ കൃത്യമായിട്ടാണ് ഇതിൽ പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ഓർത്തഡോക്സ് മുന്നോട്ട് വയ്ക്കുന്ന സമവായ നീക്കങ്ങൾക്ക് എല്ലാ പിന്തുണയും യാക്കോബായ സഭ നൽകും. അതുപോലെ തന്നെ സർക്കാരാണ് ഇത്തരം കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കേണ്ടത്. മാത്രമല്ല, ഇത്തരം സഭ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ പോകണം എന്നുള്ളത് തന്നെയാണ് യാക്കോബായ സഭയുടെ നിലപാട് എന്നും വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ രണ്ട് സഭയുടെ ഭാഗത്തു നിന്നും സമവായത്തിനുള്ള ഒരു മനസ്സുണ്ടാവുകയും സമവായ നീക്കങ്ങളുമായി സർക്കാർ മുൻകൈ എടുക്കുമ്പോൾ അതുമായി സഹകരിക്കാൻ രണ്ട് വിഭാഗങ്ങളും തയ്യാറാവുകയും ചെയ്താൽ സമാധാനകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് സഭകൾ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാലങ്ങളായി തീരാത്ത തർക്കമാണ്, ഒരു തരത്തിലും ഇരുവിഭാഗവും വിട്ടുകൊടുക്കാത്ത വിഷയം കൂടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു, ചർച്ചകൾക്ക് തയ്യാറാകുന്നു എന്നതിന്റെ സൂചനകളാണ് പ്രതികരണങ്ങളായി വരുന്നത്.